ഹലോ, കുറച്ച് വൈകിപ്പോയി ഞാൻ ഈ ഒരു വീഡിയോ ഇടാനെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് രേണുസുതിയെക്കുറിച്ചാണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പേ ഒരു റീല് കണ്ടിരുന്നു പുള്ളിക്കാരിയുടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി. ഞാനത് കമൻറ്റ് ചെയ്തപ്പോൾ പോലും എനിക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് കമൻറ്റ് ചെയ്തത്. എനിക്കിത് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും, കരഞ്ഞു കൊടുത്തു എന്നൊക്കെ. പക്ഷേ ഞാനത് ഉള്ളിൽ തട്ടി ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നൊരു കാര്യമാണ്. അവരിത്രയും ഒരു അസുഖമായിട്ട് നിൽക്കുന്ന ഒരു സമയത്തും ഒരു സൈഡിൽ എനിക്ക് അവരുടെ ഒരു അവസ്ഥ ഓർത്തിട്ട് നല്ല വിഷമമുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എനിക്കൊരു സമാധാനമുണ്ട്. ആ സമാധാനം എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു വർഷമായി ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് സ്ക്രീൻഷോട്ട് രേഷ്മ പി തങ്കച്ച് കാണാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, ഇതിനകത്ത് പറയുന്ന വേറൊന്നുമല്ല. ഞാൻ അവരുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ ആ സമയത്ത് കണ്ടു. അവരുടെ പഴയ സമയത്തുള്ള സുധിച്ചേട്ടനായിട്ട് ഒരുമിച്ചുള്ള കുറേ ഫോട്ടോസ് കണ്ടപ്പോൾ അതിനകത്തൊക്കെ എനിക്ക് ഭയങ്കര നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ചിരിയും, അല്ലാതെ നമ്മൾ വിഷമത്തിലൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു ശൂന്യതയിൽ, അങ്ങനെയൊക്കെ പറയാം, ഒരു ശൂന്യതയിൽ നിന്നുള്ള ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ, നഷ്ടങ്ങളിൽ നിന്നുള്ളൊരു ചിരിയുണ്ടല്ലോ. അതാണ് അവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ. പിന്നെ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടപ്പോൾ ഇപ്പോൾ ഭംഗിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ ആ ചിരിയിലെങ്ങും പണ്ടത്തെ ആ ഒരു ഭംഗി കാണാനില്ല. അപ്പോൾ എനിക്കത് അവരുടെ ആ ഒരു ലൈഫ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓർത്തു. എനിക്കതിൽ അത് അവരുടെ അവസ്ഥ എന്താണ്, ഹസ്ബൻഡ് മരിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഭാര്യയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അതൊരു സൈഡിൽ പോട്ടെ. അതിൽ നിന്നാണ് ഞാൻ അവർക്ക് ആ മെസ്സേജ് അയച്ചത്. ഞാൻ പഴയ കുറച്ച് ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ വരാൻ പറ്റട്ടെ, നല്ലതായിട്ട് വരട്ടെ, സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നൊക്കെ ഉള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ അവർക്ക് അയച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണണം എന്നുണ്ട്, കാണാൻ പറ്റുമെങ്കിൽ കാണാം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജൂൺ 2-ാം തീയതി, കഴിഞ്ഞ വർഷം 2020 ജൂൺ 2-നാണ് ഞാൻ ആ മെസ്സേജ് ഇടുന്നത്. അവർ ആ മെസ്സേജ് കണ്ടിട്ടൊന്നുമില്ല ചേച്ചി. ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നതാണ്. അതിനിടെ ഞാൻ അയക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് കാണണമെന്നില്ല, എന്തെങ്കിലും കാണുവാണെങ്കിൽ റിപ്ലൈ തരണമെന്നുള്ള രീതിയിലാണ് ഞാൻ അയച്ചത്. ഇപ്പോൾ ഈ ഒരു വർഷം ഞാൻ ആ മെസ്സേജ് അയച്ച് ഒരു വർഷത്തിന് ശേഷം എനിക്ക് ഇപ്പോൾ ഉള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിത്രയും വിഷമഘട്ടത്തിൽ നിൽക്കുന്നു. ദൈവം അവർക്ക് പഴയതുപോലെ ആരോഗ്യവതിയായിട്ട് അവർ തിരിച്ചു വരട്ടെ, അതിന് എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. എൻ്റെ സമാധാനം എന്ന് വെച്ചാൽ, അവർ വന്ന ഈ ഒരു കാലയളവിൽ ഒരുപാട് അവർ ചെയ്തത് ഇഷ്ടപ്പെടാത്തത്, അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ അത് കണ്ടിഷ്ടപ്പെടാത്തതും അതിന് സപ്പോർട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുമ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നല്ല രീതിയിൽ വരും. പക്ഷേ അത് അവർക്ക് കുറച്ചൊരു എക്സ്ട്രീം ആയിരുന്നു. അവർക്കത് താങ്ങാൻ പറ്റുന്നൊരു സമയവും അല്ലായിരുന്നു അത്. അതിനപ്പുറം അവർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ്. ഇപ്പോൾ എനിക്കുള്ളൊരു സമാധാനം, വീണ്ടും ഞാൻ പറയുന്നു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരെ ആ ഒരു ടൈമിൽ എങ്ങും പോയി അവർക്ക് നെഗറ്റീവും ഞാൻ പറയാൻ പോയിട്ടില്ല, പോസിറ്റീവും ഞാൻ പറയാൻ പോയിട്ടില്ല. എനിക്ക് ഒരു തവണ എനിക്ക് അവരോട് പറയണം എന്ന് തോന്നിയ കാര്യം ഞാൻ വളരെ പേഴ്സണലായിട്ട് അവർക്ക് ചെന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരെതിരായിട്ട് കണ്ടിട്ടില്ല, കാണുമ്പോൾ കാണട്ടെ. സഹായിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും അഭിപ്രായം പറയാനും എല്ലാത്തിനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നാളത്തെ കാര്യം, നമ്മളുടെ കാര്യമാണെങ്കിലും നമ്മൾ ചൂണ്ടി പറയുന്നവരുടെ കാര്യമാണെങ്കിലും ഏതാന്ന് പറഞ്ഞാൽ, നമ്മൾ വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പിന്നീടൊരു സമയം തന്നിട്ട് അയ്യോ അങ്ങനെ എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ഇതൊക്കെ പറയുമ്പോഴേ എല്ലാവരുടെയും അഭിപ്രായമാണ്, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ പറയാനുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. വിമർശനങ്ങളൊക്കെ നല്ലതാണ്, എല്ലാം അതിൻ്റെ ഒരു പരിധിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും, കേൾക്കുന്നവർക്കും പറയുന്നവർക്കും. ഇനിയും എനിക്ക് പറയാനുള്ളത്, ഇനിയും അവരെ ഒന്നും പറയാതിരിക്കുക. അവർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോട്ടെ, അവരെ വെറുതെ വിട്ടേരെ. അവർക്ക് നമ്മളെപ്പോലെയൊക്കെ ജീവിക്കാൻ എല്ലാ അവകാശവും ഉള്ള ഒരു മനുഷ്യൻ. അവരുടെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിച്ചില്ലേലും കുഴപ്പമില്ല, അവരെന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ, ഉപദ്രവിക്കാതിരിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾ ഒന്നും പറയാതെ അങ്ങ് വിട്ടോട്ടെ, അതൊരു സൈഡിലങ്ങ് പൊക്കോട്ടെ അവർ, എന്നെനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.